പി ദിവ്യ, ആ പേര് അധികമാരും മറന്നു കാണില്ല. എന്നാൽ പി ദിവ്യയെ സംരക്ഷിക്കാൻ ഇപ്പോഴും സർക്കാർ സംവിധാനങ്ങളും CPM നേതൃത്വവും ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയിൽ പോലും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി സർക്കാർ ദിവ്യയെ രക്ഷിക്കാൻ തിടുക്കം കൂട്ടുകയാണ്. അന്വേഷണം പോലും വേണ്ട, ദിവ്യ പുണ്യവതിയാണെന്നുള്ള സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു. കാരണം ഇനിയും മുന്നോട്ട് പോയാൽ, ദിവ്യയെ കുരുക്കിയാൽ അത് പണിയാകുന്നത് ഉന്നത നേതാക്കൾക്കാകുമെന്ന ഭയമായിരിക്കും ഒരുപക്ഷെ CPM-നെ വേട്ടയാടുന്നത്. ബിനാമി ഇടപാടുമായി ബന്ധപ്പെട്ട പരാതിയാണ് പി ദിവ്യയെ ഏറ്റവും ഒടുവിൽ വേട്ടയാടിയത്. കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായിട്ടുള്ള പി ദിവ്യക്കെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണം തന്നെ വേണ്ടെന്ന നിലപാടാണ് ഹൈക്കോടതിയിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. വിവിധ കരാറുകളിൽ ദിവ്യ ഇടപെട്ടതിന് പ്രഥമദൃഷ്ട്യാ തെളിവുകളില്ലെന്നാണ് സർക്കാർ പറയുന്നത്. KSU നേതാവായിട്ടുള്ള മുഹമ്മദ് ഷമ്മാസ് കൊടുത്ത പരാതിയിലാണ്, ഹർജിയിലാണ് അതിവേഗം നിലപാട് സർക്കാർ വ്യക്തമാക്കി കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. മറ്റൊരു കേസുകളിലും കാണിക്കാത്ത തിടുക്കം അതുതന്നെയായിരുന്നു സർക്കാർ ഈ കേസിൽ കാട്ടിയത്. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തോടുകൂടി മുഹമ്മദ് ഷമ്മാസ് പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. അതായത് താൻ പരാതി നൽകി 6 മാസം പിന്നിട്ടിട്ട് പോലും തൻ്റെ മൊഴിയെടുക്കാനോ കേസിൽ അന്വേഷണം നടത്താനോ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. വിജിലൻസിനൊരു മെല്ലപ്പോക്ക്. സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട സ്വാധീനമുള്ള ആളുകൾക്കെതിരെ ഇത്തരം പരാതി കൊടുത്താൽ എന്താകും അവസ്ഥ എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇനി ഒരു പക്ഷേ ഭരണമാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ഇത്തരം കേസുകൾ നിലനിന്ന് പോയാൽ അത് സർക്കാരിന് തിരിച്ചടിയാകുമെന്ന ഭയമായിരിക്കും ഒരു പക്ഷേ ഈ നീക്കത്തിന് പിന്നിൽ. അങ്ങനെ ഒരു ആക്ഷേപം കൂടി ശക്തമാകുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ പി ദിവ്യ പല നിർമ്മാണ കരാറുകളിലും ബിനാമി ഇടപാടുകൾ നടത്തിയെന്നായിരുന്നു പരാതിക്കാരൻ ഉന്നയിച്ചത്. എന്നാൽ ഈ ആരോപണങ്ങളിൽ ഒട്ടും തന്നെ കഴമ്പില്ലെന്നാണ് സർക്കാർ പറയുന്നത്. ദിവ്യയുടെ ഈ ഇടപെടലിനൊന്നും തന്നെ കൃത്യമായ രേഖകൾ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സർക്കാർ നിലപാട് സ്വീകരിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ പി ദിവ്യ കാർട്ടൺ ഇന്ത്യ ലൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ബിനാമി കമ്പനി സ്ഥാപിച്ചെന്നും ഈ കമ്പനിക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നിർമ്മാണ കരാറുകൾ ലഭിച്ചെന്നുമായിരുന്നു ആരോപണം. അതിൽ അഴിമതിയും ക്രമക്കേടുമുണ്ടെന്നാണ് പരാതിയിൽ പറഞ്ഞത്. ആ പരാതി സംസ്ഥാന വിജിലൻസ് അന്വേഷിക്കേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചു. ഒരാഴ്ചയ്ക്കകം വിജിലൻസ് നിലപാട് അറിയിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടതിന് പിറകെയാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. അഴിമതി നിരോധന വകുപ്പ് പ്രകാരം പി ദിവ്യയോ അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറിയോ ഇതിൽ ഇടപെട്ടതിന് തെളിവില്ല. നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടോ എന്നത് അന്വേഷിക്കാൻ വേണമെങ്കിൽ, പക്ഷേ അത് അന്വേഷിക്കുന്നത് തദ്ദേശ വകുപ്പിലെ വിജിലൻസ് ആകണമെന്ന നിർബന്ധം തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ അഴിമതി കണ്ടെത്തിയാൽ സംസ്ഥാന വിജിലൻസ് അന്വേഷണത്തിന് വേണമെങ്കിൽ ശുപാർശ ചെയ്തേക്കാമെന്നാണ് സർക്കാർ പറയുന്നത്. അതേസമയം കരാർ നടപടികൾ ക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തിയ സർക്കാർ മുൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ മാത്രമാണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. സെക്രട്ടറി മാത്രം കുറ്റക്കാർ. സർക്കാർ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി രാഷ്ട്രീയ നേതൃത്വത്തെ സംരക്ഷിക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടത്തിപ്പോരുന്നതെന്ന് വേണം വിലയിരുത്തേണ്ടത്. സർക്കാർ അന്വേഷണം വേണ്ടെന്ന് വെച്ചെങ്കിലും ഹൈക്കോടതിയുടെ നിലപാടായിരിക്കും ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്നത്. പി ദിവ്യക്കെതിരെ വിജിലൻസിന് കിട്ടിയ പരാതിയിൽ 6 മാസം പിന്നിട്ടിട്ട് പോലും പരാതിക്കാരനെ മൊഴിയെടുക്കാൻ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അതിൽ നിന്ന് തന്നെ ഈ കേസ് എവിടെ എത്തി നിൽക്കുമെന്നുള്ളത് അന്നേ പ്രവചിച്ചതായിരുന്നു. കേവലം 1 വർഷത്തിനിപ്പുറം ഈ കേസ് അവസാനിക്കുന്നു. പരാതിയിൽ എന്ത് അന്വേഷണമാണ് നടക്കുന്നതെന്ന വിവരം മറച്ചു വയ്ക്കുകയായിരുന്നു ഇത്രയും നാൾ വിജിലൻസ്. പരാതിക്കാരൻ വിവരാവകാശ നിയമപ്രകാരം ചോദ്യം ഉന്നയിച്ചെങ്കിൽ പോലും ചില സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി കൃത്യമായൊരു മറുപടി പോലും കൊടുത്തില്ല. അന്വേഷണം മരവിപ്പിക്കുന്നതിൻ്റെ സൂചനയായിരുന്നു ഇക്കാര്യമെന്നായിരുന്നു അന്ന് പരാതിക്കാരൻ ആക്ഷേപം ഉന്നയിച്ചത്. ഈ കേസിലെ അന്വേഷണത്തിനിടയിലായിരുന്നു നമുക്കറിയാം DGP യോഗേഷ് ഗുപ്തയെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി മനോജ് എബ്രഹാമിനെ നിയമിച്ചു. യോഗേഷ് ഗുപ്തയുടെ സ്ഥാനചലനത്തിന് പിന്നിൽ പോലും പി ദിവ്യക്കെതിരായിട്ടുള്ള ഈ കേസായിരുന്നു എന്ന രീതിയിൽ അന്ന് അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ദിവ്യക്കെതിരായിട്ടുള്ള പരാതിയിൽ അന്വേഷണം നടത്താനുള്ള തീരുമാനം, ഉത്തരവ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അദ്ദേഹം അതിന് ശക്തമായ നിർദ്ദേശം നൽകി എന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ പ്രതികാര നടപടിയായിരിക്കാം അദ്ദേഹത്തിൻ്റെ സ്ഥാനചലനമെന്നുകൂടി അന്ന് പല മാധ്യമങ്ങളും വിധി എഴുതിയിരുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ദിവ്യ ജില്ലാ പഞ്ചായത്തിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തികളായിരുന്നു ഈ പറഞ്ഞ ബിനാമി കമ്പനിക്ക് നൽകിയെന്നാണ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് പരാതി കൊടുത്തത്. വിജിലൻസിനും ഈ പരാതി കൈമാറി. കമ്പനിയുടെ ഡയറക്ടറും ദിവ്യയുടെ ഭർത്താവും ചേർന്ന് കണ്ണൂരിലെ ടൂറിസം കേന്ദ്രമായിട്ടുള്ള പാലക്കയം തട്ടിൽ 4 ഏക്കറോളം ഭൂമി വാങ്ങി. കണ്ണൂർ ടൗണിൽ കെട്ടിട നിർമ്മാണം സാധ്യമല്ലാത്ത സ്ഥലത്ത് ന്യായവിലയേക്കാൾ കൂടുതൽ നൽകി ജില്ലാ പഞ്ചായത്ത് സ്ഥലം വാങ്ങിയതിൽ അഴിമതിയുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ പരാതിയിലുണ്ടായിരുന്നു. ഫെബ്രുവരി 21 കൊടുത്ത പരാതിയെക്കുറിച്ച് കഴിഞ്ഞ വർഷം
4 മാസത്തിനിടയിൽ ഒരു തവണ പോലും പരാതിക്കാരനെ വിജിലൻസ് വിളിച്ചന്വേഷിച്ചിട്ടില്ല. ഇപ്പോൾ 1 വർഷം പിന്നിടുന്നു. പരാതിയുടെ തലസ്ഥിതി അറിയാൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തു. ഏപ്രിൽ 19-ാം തീയതി വിജിലൻസ് മറുപടി കൊടുത്തത് തുടർ നടപടി സ്വീകരിക്കുന്നു, തുടർ നടപടികൾ പുരോഗമിക്കുന്നു, കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നൽകാൻ നിർവാഹമില്ല. ഇത്ര മാത്രമായിരുന്നു വിവരാവകാശ പ്രകാരമുള്ള മറുപടി. ശരിയായ രീതിയിൽ പരാതിയിൽ അന്വേഷണം നടന്നാൽ പല ഉന്നത CPM നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും കുടുങ്ങുമെന്ന കാരണത്താൽ പാർട്ടി തീരുമാനമനുസരിച്ച് സർക്കാർ തലത്തിലുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അന്വേഷണം അട്ടിമറിക്കുന്നതെന്നാണ് പരാതിക്കാരൻ അന്ന് പരാതിപ്പെട്ടത്, ആരോപണം ഉന്നയിച്ചത്. ഒരു പരാതിയിൽ സ്വീകരിക്കേണ്ട സ്വാഭാവിക നടപടിക്രമമായിട്ടുള്ള ഈ പരാതിക്കാരന്റെ മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ല. ഈ വിഷയത്തിൽ വിജിലൻസിന്റെ ഭാഗത്തു നിന്നും 6 മാസത്തിനിടയിൽ ഉണ്ടായിട്ടില്ലാത്ത ഈ നടപടിയെ തന്നെയാണ് മുഹമ്മദ് ഷമ്മാസ് അന്ന് വിമർശിച്ചത്. വിഷയത്തിന്റെ ഗൗരവവും അഴിമതിയുടെ വ്യാപ്തിയും കണക്കിലെടുത്തുകൊണ്ടാണ് തെളിവുകൾ സഹിതം ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും PP ദിവ്യയുടെയും ചില ഉന്നത CPM നേതാക്കളുടെയും അഴിമതിയുടെ മുഖം മൂടി തുറന്നു കാട്ടുമെന്നും അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നുമാണ് മുഹമ്മദ് ഷമ്മാസ് നേരത്തെ പറഞ്ഞത്. അഡ്വക്കേറ്റ് ബൈജു നോയൽ മുഖേനയായിരുന്നു ഹൈക്കോടതിയിൽ ഹർജിയും സമർപ്പിച്ചത്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലാണ് സർക്കാരിനെ വല്ലാതെ വലച്ചുകൊണ്ട് ഈ വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നത്. സർക്കാരിന് രാഷ്ട്രീയമായി വലിയ ചർച്ചകൾ നടത്തേണ്ടി വരുന്ന, അതിന് വഴി തുറക്കുന്ന ഒരു വിഷയം കൂടിയാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത്. നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് പ്രേരണയായത് PP ദിവ്യയുടെ പരസ്യമായ അധിക്ഷേപമാണെന്ന കേസ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ബിനാമി ഇടപാടുകളിൽ സർക്കാർ ക്ലീൻ ചീറ്റ് കൊടുത്തത്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഏറെ പ്രതിസന്ധിയിലായ ദിവ്യയെ മറ്റൊരു കേസിൽ കൂടി കുടുക്കിയാൽ അത് കൂടുതൽ തിരിച്ചടിയാകും. അതുകൊണ്ട് ഒരു കാരണവശാലും ദിവ്യ അകത്തു പോകാൻ അനുവദിക്കില്ല എന്ന വാശിയിൽ തന്നെയാണ് CPM. വിജിലൻസ് അന്വേഷണം വന്നാൽ അത് ദിവ്യയുടെ രാഷ്ട്രീയ ഭാവിക്ക് മങ്ങലേൽപ്പിക്കും. തൽക്കാലം ഇങ്ങനെ മുന്നോട്ട് പോയി ഇത് കഴിയുമ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി ദിവ്യയെ തിരിച്ചെത്തിക്കാമെന്ന ഉറപ്പായിരിക്കും ഒരുപക്ഷേ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതെ മാറ്റി നിർത്തിയത്. ഇനി ഒരുപക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദിവ്യയെ പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങൾ ബോർഡിലോ ഏതെങ്കിലും കോർപ്പറേഷനിലോ മറ്റോ ഒക്കെയായി പല സ്ഥാനമാനങ്ങൾ നൽകിയേക്കും. സർക്കാരിനെ എന്തായിരുന്നാലും ഈ വിഷയം കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഒരുപക്ഷേ ഭരണം മാറിയാൽ പഴയ കേസുകൾ കുത്തിപ്പൊക്കും. സാധാരണഗതിയിൽ അങ്ങനെ ഉള്ളൊരു സമ്പ്രദായം നടക്കാറുണ്ട്. അത് കേരള രാഷ്ട്രീയത്തിൽ പതിവ് വിഷയം തന്നെയാണ്. ദിവ്യക്കെതിരെ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചാൽ ഇനിയുള്ള ദിവസങ്ങളിൽ അത് പാർട്ടിക്കും സർക്കാരിനും ഒരുപോലെ തലവേദനയാകും. അതുകൊണ്ട് ഇപ്പോഴത്തെ പരമാവധി അധികാരം ഉപയോഗിച്ച് ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക, കോടതിയിൽ നിന്നും അനുകൂല നിലപാട് സ്വീകരിക്കുക, സമാഹരിക്കുക എന്നുള്ളതാണ് CPMന്റെ ലക്ഷ്യം. ദിവ്യക്കെതിരായിട്ടുള്ള തെളിവുകൾ ഇല്ലാതാക്കാനോ മറച്ചുവെക്കാനോ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ഹർജിക്കാരൻ ഉന്നയിച്ച ബിനാമി ഇടപാടുകളിൽ കൂടുതൽ വ്യക്തത തേടാൻ കോടതി തയ്യാറായി കഴിഞ്ഞാൽ കേസിന്റെ ഗതി മാറും. സർക്കാരിനെ സംബന്ധിച്ച് ഇരട്ടി പ്രഹരമാകും, വലിയ തിരിച്ചടി.